എല്ലാവർക്കും മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. മിഡ് ടൈം IT പരീക്ഷയുടെ 4ാമത്തെ പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു മാതൃകാ ചോദ്യം ഒന്ന് പരിശോധിക്കാം. ഒരു പൈത്തൺ പ്രോഗ്രാം അത് പ്രവർത്തിപ്പിക്കുമ്പോഴുള്ള ഔട്ട്പുട്ടും നൽകിയിരിക്കുകയാണ്. ആദ്യത്തെ കോളത്തിൽ പ്രോഗ്രാം നൽകിയിരിക്കുകയാണ്, അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിക്കുക. തുടർന്ന് രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ ഈ പ്രോഗ്രാമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ചിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, മഞ്ഞയുടെ സ്ഥാനത്ത് വെള്ളയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളത് നോക്കാം. ആപ്ലിക്കേഷൻസിലെ പ്രോഗ്രാമിങ്ങിൽ നിന്നും IDLE എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഒരു ഷെല്ല് ഓപ്പണായി വരുന്നുണ്ട്. ഈ ഷെല്ലിൽ നിന്നും ഫയൽ ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഇവിടെ നിന്നും നമുക്ക് ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന രൂപത്തിൽ അതേ സിൻടാക്സിൽ തന്നെ യാതൊരുവിധ മാറ്റങ്ങളും വരുത്താതെ ചിഹ്നങ്ങളെല്ലാം കൃത്യമായി തന്നെ വരുന്ന രീതിയിലായിരിക്കണം ഇത് ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്കിവിടേക്ക് ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് ചേർക്കുകയാണ്. ഫ്രം സ്പേസ് ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ മാർക്ക് ഒന്നും പോകാതെ തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ ഡോട്ട്, ഈ 100 എന്നുള്ള ഒരു ഡോട്ടിൻ്റെ സൈസാണ്. അത് കഴിഞ്ഞിട്ട് കോമ, പിന്നെ ആ ബ്ലാക്ക് കളർ എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിൽ തന്നെ വേണം. അതിനുശേഷം കളർ സ്പെല്ലിംഗ് COLOR തന്നെയാണ്, U ഇല്ല. അതുപോലെ യെല്ലോ, അത് അതേപോലെ തന്നെ ഇൻവേർട്ടഡ് കോമയിൽ തന്നെ കൊടുക്കണം. അതുപോലെ ബിഗിൻ ഫില്ല് എന്നുള്ള സ്ഥലത്ത് അവിടെ അണ്ടർസ്കോർ കാണുന്നുണ്ട്. ബിഗിൻ ശേഷം അണ്ടർസ്കോർ ഫില്ല് 4i ഇൻ റേഞ്ച് 4. ഈ ഡോട്ടിന് ശേഷം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടൈപ്പ് ചെയ്ത് വരുന്ന സമയത്ത് എൻ്റർ കീ അടിക്കുമ്പോൾ ആ വരുന്ന അതേ അലൈൻമെൻറ്റിൽ തന്നെ ആയിരിക്കണം തൊട്ടടുത്തതും വരേണ്ടത്. ഒരേ അലൈൻമെൻറ്റ് അല്ല എങ്കിൽ സിൻടാക്സ് എറർ വരുന്നതാണ്. ഇപ്പോൾ ഒരേ അലൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഒരേ അലൈൻമെൻറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിൽ പറയുന്നത് ഹോമിൽ exam10 സേവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിത് സേവ് ചെയ്യാം. സേവ് ആസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഹോമിലെ exam10 സെലക്ട് ചെയ്യുകയാണ്. exam10 സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ക്ലാസ്സിൻ്റെ നമ്പറും അതിൻ്റെ റോൾ നമ്പറും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മളിവിടെ സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്തതിന് ശേഷം അതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് റണ്ണിൽ നിന്നും റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ആദ്യം ഒരു ബ്ലാക്ക് ഡോട്ട് വന്നു, അതിനുശേഷമാണ് ഈ ഒരു സർക്കിൾ റിപ്പീറ്റ് ഡൗൺ. നമുക്ക് ചോദ്യത്തിൽ വന്നിരിക്കുന്ന ആദ്യത്തെ ഔട്ട്പുട്ട് ലഭിച്ചിരിക്കുകയാണ്. നമുക്കിനി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ ആ ഒരു പ്രോഗ്രാമിൽ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കിതിൽ ചോദ്യത്തിൽ ബ്ലാക്ക് മാറ്റമൊന്നും വരുത്തേണ്ടതില്ല, കാര്യം രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ ബ്ലാക്ക് അതുപോലെ തന്നെയുണ്ട്. യെല്ലോയുടെ സ്ഥാനത്താണ് വൈറ്റ് വരുന്നത്. നമുക്ക് യെല്ലോ എന്ന് കാണുന്ന ഈ ഒരു ഭാഗം മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് വൈറ്റ് എന്നതാക്കി അതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ബ്ലാക്ക് ഡോട്ട് വന്നു, അതിൽ വൈറ്റ് ലൈൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ വൈറ്റ് ലൈൻസ് വരുന്നു. അതിനുശേഷം അതിൽ ആ വൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നു. ഇതോടുകൂടി നമ്മുടെ ആ ഒരു പ്രോഗ്രാമിന് രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലാണ് ആ ഒരു വർക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി ഇത് സേവ്ഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി അത് സേവ് ചെയ്യേണ്ടതില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.